നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു. ആ പോർട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ്. അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാകണം. അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഒരു പൈയും സഹായമായി അനുവദിക്കാൻ തയ്യാറായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അപകടയുടെ ഭാഗമാണ്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ്. അങ്ങനെയാണ് മാറാൻ പോകുന്നത്. രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ട്, അതിന്റെ ഭാഗമായുള്ള വലിയ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കാൻ പോകുന്ന ഒരു പോർട്ട് സ്വാഭാവികമായി ശരിയായ ദിശാബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത്തരം പോർട്ടിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തീർത്തും അവഗണിച്ചിരിക്കുന്നു. ഇവിടെ വലിയ ദുരന്തമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നേരിട്ടത്. മുണ്ടക്കൈ ചെറുമര ദുരന്തം. എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി. ആ നാളുകളിൽ പ്രധാനമന്ത്രിയും എത്തി എല്ലാവരുമായും കാണുകയും ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ദുരന്ത കാര്യത്തിന് ലഭിക്കേണ്ട സഹായം നമുക്ക് ലഭിച്ചില്ല. കടുത്ത അവഗണന ആ കാര്യത്തിലുണ്ടായി. ഒരു തരത്തിലുള്ള പകപോക്കൽ. ഏതായാലും അത് ആ കാര്യത്തിൽ കൂടുതൽ സഹായം വേണമെന്നുള്ളത് നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ബജറ്റ് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് വേണമെന്നുള്ള കാര്യം സ്വാഭാവികമായും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ നൽകാൻ തയ്യാറായില്ല. എന്താണിത്? നമ്മുടെ നാടിനോട് ഇത്ര കടുത്ത വിവേചനം കാണിക്കുന്നതിന്റെ സാങ്കത്യമുണ്ട്. ഈ നാടിനെ മുന്നോട്ട് പോകാൻ സഹായം നൽകേണ്ട, പിന്തുണ നൽകേണ്ട കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. എന്തും കേരളത്തോടാകാം
എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ഇത് LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയായി മാത്രം കണ്ടാൽ പോരാ. ഇത് LDFനെ മാത്രമായി ബാധിക്കുന്ന ഒരു കാര്യമല്ല, നാടിനെയാണ് ബാധിക്കുന്നത്. നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന നടപടിയാണ്. അപ്പൊ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ BJP സ്വീകരിക്കുന്ന നയത്തെ BJPയുടെ വക്താക്കൾ ന്യായീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നു. എത്രമാത്രം വിചിത്രമായ വാദഗതികളാണ് ചിലര് ഉയർത്തിയത് എന്നത് നാം കണ്ടതാണ്. എത്ര അപഹാസ്യരാവുകയാണ് അവർ തന്നെ അതിലൂടെ എന്നതും കാണേണ്ടതായിട്ടുണ്ട്.